ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന ഫയഖ്തുലൂന. ഒരു മുസൽമാന് ഹലാലായിട്ടുള്ള 2 ജോലി മാത്രമാണ് ലോകത്തിലുള്ളത്: കൊല്ലുക, ചാകുക. ഇതല്ലാത്ത സകല ജോലിയും നിനക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നരകത്തിന് അവകാശികളായി തീരുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അള്ളാഹു വ്യക്തമായും ശക്തമായും ഖുർആനോട് പറയാം. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്നത യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയഖ്തലൂന. കൊല്ലുക, ചാകുക. കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവനാണ്. അവൻ്റെ ശരീരം, അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ ഇച്ഛകൾ, അവൻ്റെ സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. വിൽക്കപ്പെട്ടവൻ, അവന് സ്വന്തമായിട്ടൊന്നുമില്ല, അവൻ്റെതെല്ലാം വിൽക്കപ്പെട്ട് കഴിഞ്ഞു. ദ മാൻ ഹൂ ഹാസ് ബീൻ സോൾഡ്. വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ. ഇപ്പം എനിക്ക് എൻ്റെ നാട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു. അവിടെ എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം. കാരണം ഞാനത് വിറ്റു. അത് മറ്റൊരാൾ വിലക്കെടുത്തിരിക്കുകയാണ്. അവിടെ നമുക്കൊരു അവകാശവുമില്ല. ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതുമായ അള്ളാഹു തൂക്കി വിറ്റാൻ 100 രൂപ പോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ചിരിക്കുക. എന്തിനു പകരമായിട്ടാണ്? നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട്. അതാണ് നമ്മൾ ആദ്യം ഓതിയ ആയത്തിൽ നമ്മൾ കാണുന്നത്. ആയിഷാബിയുടെ ആടും ഫാത്തിമയുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന കുറച്ച് ആയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഓതുന്നത്. ഇവിടെ ഈ നമ്മുടെ MG ശ്രീകുമാർ പറയുന്ന പോലെ 10,000 റുപ്യക്കല്ല അള്ളാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത്. നിത്യമായ ഹൈടെക് സ്വർഗം. ഇവിടെ ഈ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയൊക്കെ കാണുന്ന പോലെ ഒരു ഉണങ്ങിയ സ്വർഗം ഉണ്ടല്ലോ, അതല്ല. ഒരു ഹൈടെക് ബ്രോത്തൽ, ഒരു വേശ്യാലയം. വേശ്യാലയം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല. എന്നെപ്പോലുള്ള ആളുകൾക്കറിയാം. തുറന്നു പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്, മോശമാണ് അവിടുത്തെ അവസ്ഥ. നമ്മളീ പറയുന്ന പോലെയൊന്നുമില്ല. കുറേ ഉണങ്ങിയ കുറേ പെണ്ണുങ്ങളുണ്ടാവും. എന്നാൽ അള്ളാഹു പറയുന്നത് എന്താ? അവിടെ ഫ്രഷ് സാധനങ്ങളാണ്, ആരും തൊട്ടിട്ടില്ലാത്തെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനോടുള്ള അള്ളാഹുവിൻ്റെ കരുതൽ നോക്കണം. നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കുക, ഉസ്താദ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും, ഇത് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കാനല്ലല്ലോ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലെന്ന് ഉസ്താദിനോട് ചോദിച്ചോ, ഉസ്താദ് കറങ്ങുള്ളൂ. കാരണം എന്നാൽ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് സ്വർഗത്തിലെ സ്ത്രീകളെക്കുറിച്ച്, അവരുടെ ശരീരത്തിൻ്റെ അവയവ രൂപങ്ങളെക്കുറിച്ച് ഉസ്താദ് വ്യക്തമായിട്ട് പറയും. ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആരും തൊടാതെ. ഇവിടുത്തെ വേശ്യാലയങ്ങളിലൊക്കെ പരസ്യത്തിൽ ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും, അല്ലാതെ ഓരോ ശരീരത്തിൻ്റെ വർണ്ണനയൊക്കെ നമ്മൾ നടത്തുന്ന വേശ്യാലയങ്ങളൊന്നും കിട്ടത്തില്ല. എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും മനോഹരമായ ഹൈടെക് വേശ്യാലയമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്ത്രീകൾ മാത്രമാണോ? അല്ല, ഇവിടത്തെയൊക്കെ വേശ്യാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ സ്ത്രീകളല്ലാതെ ഒന്നുമില്ല. നേരെ ഒരു ഭക്ഷണം പോലും. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ് കാഫിയുടെ കൂടെ തന്നെ മട്ടൺ ബിരിയാണി കഴിക്കുന്ന ആളാണ്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക്, പക്ഷെ ഇവിടെ ചെന്ന് നല്ല ഭക്ഷണമൊന്നുമില്ല. എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ? എന്നാൽ ഇവിടെ അള്ളാഹു ഇവിടെ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത് മദ്യപ്പുഴകളാണ്. അല്ലാതെ ഇവിടെ ബിവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല, ശുദ്ധമായ മദ്യം. അപ്പം ഞാൻ തന്നെ അവിടെ ഈ ഇസ്ലാം ആകെ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ മദ്യപ്പുഴ ഉള്ളതുകൊണ്ട്. കാരണം എനിക്ക് നീന്തൽ അറിയത്തില്ല. അപ്പം നീന്തൽ അറിയാതെ നമ്മൾ ഈ മദ്യപ്പുഴയിലോട്ട് ഇറങ്ങി ചത്തുപോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പിന്നെ ഈ സ്വർഗത്തിൻ്റെ കാര്യം മാറ്റി വെച്ചത്. പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ച് വക്കവായ്പ അത്രാവയൊക്കെ കണ്ടത് കൂടിയിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ അത്ര മനോഹരമായി. ഇത് എത്ര കാലത്തേക്കാണ്? 1 വർഷത്തേക്കോ 11 മാസത്തെ എഗ്രിമെൻ്റ് അല്ല,
ഒരു നൂറ്റാണ്ടല്ല, നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പഴയ ജോസ് പ്രകാശിൻ്റെയും ബാലകൃഷ്ണ നായരുടെയൊക്കെ പ്രോമിസാണ്. അങ്ങനെയല്ല. ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് പെണ്ണ് തരാം, കള്ള് തരാം, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ മുതലക്കുഞ്ഞുങ്ങൾക്കല്ല, മുതലക്കുഞ്ഞല്ല ഇവിടെ, നിത്യമായ നരകത്തിലോട്ട് ഇട്ടുകൊള്ളെന്ന് പറഞ്ഞ് സത്യസന്ധനായ ഒരു ഒറ്റ അള്ളാഹുവേ നമുക്കുള്ളൂ. ആ അള്ളാഹുവാണ് മുഹമ്മദ് സാഹിബിൻ്റെ കുണ്ടനായ അള്ളാഹു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മുസൽമാനായ മനുഷ്യ, നീ ജോലി ചെയ്യുമ്പോൾ, നീ അധ്യാപകനാണെങ്കിലും നീ എൻജിനീയർ ആണെങ്കിലും നീ ഡോക്ടറാണെങ്കിലും നീ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിനക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, കൊല്ലുക, ചാകുക, ചാകുക, കൊല്ലുക. അതുകൊണ്ട് ഇനിയെങ്കിലും അള്ളാഹുവിൻ്റെ ഇച്ഛ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് തൗഫീഖ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.